ഇന്നത്തെ ഫയറിലേക്ക് വിശദമായി കടക്കാം. ഇന്ന് വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഉന്നയിച്ച ഫയറിന്റെ ചോദ്യം ഇതാണ്: ഇന്നത്തെ ദേശീയ പണിമുടക്ക് വിജയിച്ചോ? ഇന്നത്തെ ദേശീയ പണിമുടക്ക് വിജയിച്ചോ എന്നതായിരുന്നു ഞങ്ങളുടെ ചോദ്യം. വിജയിച്ചു എന്ന് 61% പേരും, ഞങ്ങളോട് പ്രതികരിച്ച പ്രേക്ഷകരിൽ 61% പേരും ദേശീയ പണിമുടക്ക് വിജയിച്ചു എന്ന അഭിപ്രായമാണ് രേഖപ്പെടുത്തിയത്. വിജയിച്ചില്ല എന്ന അഭിപ്രായം 26% പേർക്ക് മാത്രമാണുള്ളത്. 13% പേർ ഇന്ന് ഈ ചോദ്യത്തോട് പ്രതികരിക്കാൻ വിസമ്മതിച്ചു. 13% പേർക്ക് അഭിപ്രായമില്ല. ദേശീയ പണിമുടക്ക് വിജയിച്ചു എന്ന അഭിപ്രായമുള്ളവരാണ് ഇന്ന് ഞങ്ങളോട് പ്രതികരിച്ച പ്രേക്ഷകരിൽ ഭൂരിപക്ഷം പേരും, പകുതിയിലേറെ പേരും. ഇന്നത്തെ ഫയറിൽ നമ്മളിന്ന് ഉണ്ടായിരിക്കുന്ന രാജ്യത്തും ലോകത്തും നമ്മുടെ നാട്ടിലുമായിട്ടൊന്നുണ്ടായ പ്രധാനപ്പെട്ട 4 വിഷയങ്ങൾ വിശദമായിട്ട് പരിശോധിക്കുകയാണ് ചെയ്യുക. അതിൽ ഒന്നാമത്തേത്, ലേബർ കോഡ് പാസാക്കി തൊഴിലാളി അവകാശങ്ങൾ പരിമിതപ്പെടുത്തിയ കേന്ദ്ര സർക്കാരിന് താക്കീതായോ ദേശീയ പണിമുടക്ക് എന്നതാണ് നമ്മുടെ ചോദ്യം. അതായത് പണിമുടക്കിലെ പാഠം എന്ത് എന്നതാണ് ഇന്ന് നമ്മൾ ആദ്യമായിട്ട് വിശദമായിട്ട് പരിശോധിക്കുക. രണ്ടാമത്തെ വിഷയം, ആകെ 4 വിഷയങ്ങളുള്ളതിൽ രണ്ടാമത്തെ വിഷയം ഇതാണ്: നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാൻ പ്രമുഖരെ വലവീശി പിടിക്കാനുള്ള തൃശൂർ BJPയുടെ നീക്കം വിജയിക്കുമോ എന്നതാണ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്നുള്ള ഇന്നത്തെ രണ്ടാമത്തെ നമ്മൾ വിശദമായിട്ട് പരിശോധിക്കുന്ന ചോദ്യം. ഇന്ന് 4 വിഷയങ്ങളാകെയുള്ളതിൽ മൂന്നാമത്തെ സുപ്രധാനമായിട്ടുള്ള ചോദ്യം ഇതാണ്: പുതുയുഗ യാത്രയുടെ കുറ്റ്യാടിയിലെ വേദിയിലുണ്ടായ പിടിവലിയെക്കുറിച്ച് വിശദീകരിച്ച് കോൺഗ്രസ് വഷളായോ, UDF വഷളായോ എന്നതാണ് ഞങ്ങളുടെ ഈ മൂന്നാം ചോദ്യം. സ്നേഹത്തള്ളൽ ന്യായീകരണ തള്ളലായോ എന്നതാണ് നമ്മുടെ ചോദ്യം. നാലാമത്തേത്, ഇന്നത്തെ സുപ്രധാനമായ ദേശീയ തലത്തിൽ നിന്ന് വന്ന പ്രധാനപ്പെട്ട വാർത്തയെ സംബന്ധിച്ചാണ്. ലോകം ആദരിക്കുന്ന ചരിത്രകാരൻ ഇർഫാൻ ഹബീബിന് നേരെയുള്ള ആക്രമണം അസഹിഷ്ണുതയുടെ പരകോടിയോ എന്നതാണ് ഇന്നത്തെ നാലാമത്തേതും സുപ്രധാനവുമായിട്ടുള്ള മറ്റൊരു ചോദ്യം. രാജ്യത്തെ കർഷക സംഘടനകളുടെ പിന്തുണയോടെ സംയുക്ത തൊഴിലാളി യൂണിയൻ നടത്തിയ ദേശീയ പണിമുടക്ക് കേരളത്തിൽ പൂർണ്ണമായിരുന്നു. ബസ്, ടാക്സി സർവീസുകൾ മുടങ്ങി. ബന്ദിന് സമാനമായി നിരത്തുകൾ ശൂന്യമായിരുന്നു. ഓഫീസുകളിൽ ജീവനക്കാർ തുലോം തുച്ഛമായിരുന്നു. കോഴിക്കോട് പുതിയങ്ങാടിയിൽ സ്കൂളിലേക്കെത്തിയ അധ്യാപകരെ പ്രതിഷേധക്കാർ തടഞ്ഞത് അല്പസമയം സംഘർഷാവസ്ഥയ്ക്ക് കാരണമായി. പണിമുടക്ക് കേരളത്തിൽ മാത്രം എന്ന പതിവ് പല്ലവിയെ മാറ്റിമറിച്ച് മറ്റ് സംസ്ഥാനങ്ങളിലും തൊഴിൽ മേഖല ഇന്ന് സ്തംഭിച്ചിരുന്നു. നമുക്ക് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ദേവനാണ് നമ്മോടൊപ്പം ചേരുക. ദേവൻ വിശദാംശങ്ങൾ പൂർണ്ണമായിട്ട് തന്നെയും നൽകും. ദേവൻ, ഇവിടെ സാധാരണഗതിയിൽ കേരളത്തിൽ വളരെ സജീവമായിട്ടുള്ള ഒരു സമര രീതിയാണ് ഈ പണിമുടക്ക് സമരം ഉണ്ടാകാറുള്ളത്. പ്രത്യേകിച്ച് ഇവിടുത്തെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കക്ഷികളായിട്ടുള്ള കോൺഗ്രസിൻ്റെയും CPM-ൻ്റെയും CPI-യുടെയും മുസ്ലിം ലീഗിൻ്റെയും ഒക്കെ തൊഴിലാളി സംഘടനകൾ സജീവമായിട്ട് പങ്കുചേർന്ന ആഹ്വാനം ചെയ്ത പണിമുടക്കായിരുന്നു. സാധാരണഗതിയിൽ അങ്ങനെ പണിമുടക്കുകൾ വിജയമാകാറാണ് കേരളത്തിൽ. ഇത്തവണയും അങ്ങനെ തന്നെ ആയിരുന്നോ? പ്രത്യേകമായിട്ട് സവിശേഷമായിട്ട് നമ്മൾ ഈ നേരത്ത് സമ്പൂർണ്ണമായിട്ട് കാര്യങ്ങളെ പരിഗണിക്കുമ്പോൾ എത്രക്ക് പൂർണ്ണ വിജയമായി ഈ സമരക്കാരുടെ ഭാഗത്തു നിന്നൊക്കെ നോക്കുമ്പോൾ ഈ സമരം എന്നാണ് നമുക്ക് കാണാൻ പറ്റുക? സനീഷ്, കേന്ദ്ര സർക്കാരിൻ്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയൻ പ്രഖ്യാപിച്ച ഈ പണിമുടക്ക് പൂർണ്ണ വിജയമായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. അത്തരത്തിൽ തന്നെയാണ് നമുക്ക് ഇന്ന് രാവിലെ മുതൽ കണ്ട ദൃശ്യങ്ങളിൽ നിന്നും അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് മനസ്സിലാക്കിയ കാര്യങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും തിരുവനന്തപുരം ജില്ലയിലും ഒപ്പം തന്നെ കേരളത്തിലെ മറ്റ് ഭാഗങ്ങളിലുമെല്ലാം തന്നെ ഈ പൂർണ്ണമായും ഗതാഗതം പൂർണ്ണമായും നിലച്ചിരിക്കുന്ന ഒരവസ്ഥ തന്നെയായിരുന്നു. പ്രത്യേകിച്ചും KSRTCയുടെ വാഹനങ്ങളും ഒപ്പം തന്നെ സ്വകാര്യ വാഹനങ്ങളും ഒന്നും തന്നെ ഇന്ന് സർവീസ് നടത്തിയിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല സർക്കാർ ഓഫീസുകളും എല്ലാം തന്നെ പൂർണ്ണമായും അടഞ്ഞു കിടന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ രാത്രി മുതൽ തന്നെയും തിരുവനന്തപുരം തമ്പാനൂർ KSRTC ബസ് സ്റ്റാൻഡിൽ ഇത്തരത്തിൽ സർവീസുകളെല്ലാം തന്നെ പൂർണ്ണമായും നിലച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ രാവിലെ ഈ സംയുക്ത ട്രേഡ് യൂണിയന്റെ ഭാഗമായി സമരത്തിൽ നിലകൊള്ളാത്ത BMS അടക്കമുള്ള സംഘടനകളുടെ ജീവനക്കാർ ഇത്തരത്തിൽ സർവീസ് നടത്താനായി ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അവരെയും തടഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ സമരാനുകൂലികൾ ഈ സമരത്തെ പൂർണ്ണ വിജയമാക്കിയിട്ടുണ്ടായിരുന്നത്. ഒപ്പം തിരുവനന്തപുരം ജില്ല എടുത്തു പറയാനാണെങ്കിൽ ഇത്തരത്തിൽ നെയ്യാറ്റിൻകരയിലും ഒപ്പം തന്നെ നെടുമങ്ങാടും പോത്തങ്കോടും എല്ലാം തന്നെ ഓഫീസിലേക്ക് എത്തിയ ജീവനക്കാർക്കെതിരെ ചെറിയ രീതിയിലുള്ളൊരു പ്രതിഷേധം സമരാനുകൂലികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഒരു കാഴ്ചയും കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും പൂർണ്ണമായും ഒരു വലിയ വിഭാഗം തൊഴിലാളികൾ ഈ സമരത്തിനോട് പൂർണ്ണമായും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ പണിമുടക്കിൽ നിന്നും ഇന്നത്തെ ദിവസത്തെ ജോലിയിൽ നിന്ന് വിട്ടുമാറിക്കൊണ്ട് നിന്ന് തന്നെയാണ് ഈ സമരത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ചും എടുത്തു പറയേണ്ട കാര്യം, സെക്രട്ടേറിയറ്റിൽ ഇന്ന് ജീവനക്കാരുടെ എണ്ണം കൂടി നമുക്ക് പരിശോധിക്കാൻ കഴിയും. പ്രത്യേകിച്ചും കോൺഗ്രസ് അനുകൂല സംഘടനയായിട്ടുള്ള സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിൽ ഈ സമരത്തിൽ നിന്നും വിട്ടുനിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു 10% ഹാജർ നില
മാത്രമായിരുന്നു ഇന്ന് സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിരുന്നത്. ബാക്കി മുഴുവൻ തൊഴിലാളികളും ഇന്ന് സെക്രട്ടേറിയറ്റിൽ പണിക്ക് ജോലിക്ക് എത്താതെ തന്നെ പൂർണ്ണമായും ഈ സമരത്തിന്റെ ഭാഗമായി വിട്ടുമാറി നിൽക്കുന്നുണ്ടായിരുന്നു. ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, കേന്ദ്രത്തിനെതിരെ ഒരു സമരം നടക്കുമ്പോൾ പ്രധാനമായും ഇത്തരത്തിൽ സംയുക്ത ട്രേഡ് യൂണിയന്റെ ഭാഗമായിട്ടാണ് ഈ സമരം നടക്കുന്നത്. അതിൽ CPM-ന്റെയും ഒപ്പം തന്നെയും LDF-ന്റെയും നേതൃത്വത്തിലുണ്ട്, UDF-ന്റെ നേതൃത്വത്തിലുള്ള തൊഴിലാളി സംഘടനകളാണ് ഈ സമരത്തിന്റെ ഭാഗമായി ദേശീയ തലത്തിൽ ഈ പണിമുടക്ക് സമരം നടത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ കേരളത്തിൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായി INTUC-യുടെ നേതൃത്വത്തിൽ ഒരു വിഭാഗം തൊഴിലാളി സംഘടനകളിൽ ഒരു ഭാഗമായിട്ടും ഒപ്പം തന്നെ CITUവിന്റെ നേതൃത്വത്തിൽ മറ്റ് ഇടതനുകൂല സംഘടനകളെല്ലാം തന്നെ ഒരു വിഭാഗമായിട്ടുമായിരുന്നു ഇന്ന് ഈ സമരം നടത്തിയിട്ടുണ്ടായിരുന്നത്. അത് നമുക്കിന്ന് തിരുവനന്തപുരത്തും അത് നേരിട്ട് കാണാൻ കഴിയുമായിരുന്നു. പ്രത്യേകിച്ചും രാവിലെ വിഭാഗമായി തിരിഞ്ഞുകൊണ്ട് തന്നെ ഇത്തരത്തിൽ സമരത്തിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് നഗരത്തിൽ മാർച്ചൊക്കെ തന്നെ നടത്തിയിട്ടുമുണ്ടായിരുന്നു. ഒപ്പം തന്നെ മറ്റൊരു കാര്യം, ഈ മാർച്ച് അല്ലെങ്കിൽ ഈ പണിമുടക്ക് പുരോഗമിക്കുകയും ഈ രണ്ട് മുന്നണിയിലെയും നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു പ്രതികരണം നമുക്ക് പരിശോധിക്കേണ്ടി വരും. കാരണം പ്രത്യേകിച്ചും ഈ പണിമുടക്ക് നടക്കുന്ന സമയത്ത് തന്നെയാണ് VD സതീശൻ നയിക്കുന്ന പുതിയ യാത്ര കേരളത്തിന്റെ വടക്കൻ ജില്ലകളിലൂടെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ സമരത്തിനോട് ഐക്യദാർഢ്യപ്പെട്ടുകൊണ്ട് ജാഥ ഒഴിവാക്കിയില്ല എന്നൊരു വിമർശനമായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷ് അടക്കമുള്ള ഇടത് നേതാക്കളും തന്നെ ഉയർത്തിയിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെയും LDF-ന്റെയും സമാനമായിട്ടുള്ള ഒരു ജാഥ, പ്രചരണ ജാഥ നടക്കുന്നുണ്ടായിരുന്നു. തെക്കൻ ജില്ലകളിലെല്ലാം തന്നെ ബിനോയ് നയിക്കുന്ന ഒരു ജാഥയും നടക്കുന്നുണ്ട്. എന്നാൽ തൊഴിലാളികളുടെ ഈ പണിമുടക്കിനോട് ഐക്യദാർഢ്യപ്പെട്ടുകൊണ്ട് ജാഥ ഇന്ന് ഒരു ദിവസത്തേക്ക് ഒഴിവാക്കിക്കൊണ്ടാണ് ഈ LDF ഇതിനോട് പ്രതികരിച്ചതെങ്കിൽ അതേസമയം ജാഥ നടത്തിക്കൊണ്ട് തന്നെയാണ് UDF ഈ സമരത്തിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നത്. എന്നാൽ UDF-ൽ ഇതിന് പറയുന്ന ഒരു വാദമെന്ന് പറയുന്നത് ഇത്തരത്തിൽ പഴഞ്ചൻ രീതികളിലുള്ള ഇത്തരത്തിലുള്ള പണിമുടക്കാണ്, അല്ലെങ്കിൽ പൂർണ്ണമായും സഞ്ചാര സ്വാതന്ത്ര്യം ഒപ്പം തന്നെ തൊഴിലെല്ലാം തന്നെ മുടക്കിക്കൊണ്ട് പഴഞ്ചൻ രീതിയിലുള്ള ഒരു സമരത്തിലേക്ക് കടക്കേണ്ട ഒരു കാര്യമില്ല, അക്കാലമെല്ലാം മാറി എന്നുള്ളൊരു കാര്യമാണ് UDF നേതാക്കളുടെ ഇതിനോട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. ഏതായാലും നമുക്കൊരു കാര്യം കൂടി എടുത്ത് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് പൂർണ്ണമായും കടകളടക്കം അടഞ്ഞുകൊണ്ട് തന്നെ വ്യാപാരി വ്യവസായികളുടെ ഭാഗത്തു നിന്നും ഒരു സഹകരണം ഇത്തരത്തിൽ പണിമുടക്കിന് അനുകൂലമായിട്ടുണ്ടായിരുന്നു. ഒരു കാര്യമുള്ളത്, ദേവൻ എന്തായാലും ഒരു പണിമുടക്ക് ഇതുപോലെ വലിയൊരു പണിമുടക്ക് നടക്കുമ്പോൾ ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ ഉള്ളതിനേക്കാൾ തീവ്രമായിട്ട് തന്നെ പണിമുടക്ക് വിജയിക്കാറുണ്ട്. സ്വാഭാവികമായിട്ടും ചില പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടാകാറുമുണ്ട്. അത് നമുക്ക് നിഷേധിക്കാവുന്ന കാര്യമല്ല. പണിമുടക്ക് കാലങ്ങളിൽ ചില ആളുകളെങ്കിലും ബുദ്ധിമുട്ടുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട്. ഇതിപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് കാലമാണ്, അതുകൊണ്ട് വല്ലാത്ത രീതിയിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ ഈ പണിമുടക്ക് അനുകൂലികൾ മുതിർന്നിട്ടുണ്ടാകില്ല. എങ്കിലും ചില ആളുകൾക്കെങ്കിലും പ്രയാസം ഉണ്ടായിട്ടുണ്ടാകുമല്ലോ. ഇന്ന് രാവിലെ തന്നെ ഈ പണിമുടക്കുമായി ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ ആളുകൾ ചർച്ച ചെയ്ത കാര്യങ്ങളിൽ ഒന്ന്, ഈ പണിമുടക്കുമായി ബന്ധപ്പെട്ട ഒരു ടെലിവിഷൻ ചാനലിൻ്റെ മാധ്യമപ്രവർത്തകൻ 2 വിദേശികളോട് സംസാരിച്ചതാണ്. വിദേശികൾ പക്ഷേ ഈ പണിമുടക്ക് ഞങ്ങളുടെ നാട്ടിൽ എന്ന് വെച്ചാൽ ഫ്രഞ്ചുകാരായിട്ടുള്ള ആളുകളാണ്. ഫ്രാൻസിൽ നിരന്തരമായിട്ട് 2 ആഴ്ച കൂടുമ്പോൾ ഇത്ര സമരം ഉണ്ടാകാറുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ മാത്രമാണ് നടക്കുന്നതെന്ന വാദത്തെ തള്ളിക്കളയുന്നൊരു സാഹചര്യം കേരളം മുഴുവൻ ഇന്ന് വിഷ്വൽസ് കാണുകയും ചർച്ചയാവുകയും ചെയ്തതാണ്. നമ്മൾ നോക്കുമ്പോൾ ഇന്ന് പ്രയാസപ്പെട്ടുവോ കുറേ സ്ഥലങ്ങളിൽ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടായോ? ഈ തെരഞ്ഞെടുപ്പ് കാലമാണെന്നെല്ലാം മറന്നിട്ട് ഈ പണിമുടക്ക് അനുകൂലികൾ ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന എന്തെങ്കിലും വാർത്തകൾ എവിടെ എന്തെങ്കിലും വന്നോ? സനീഷ്, അത്തരത്തിലൊരു നേരിട്ട് യാത്രക്കാർക്ക് അല്ലെങ്കിൽ ഇത്തരത്തിൽ നിരത്തിലേക്ക് ഇറങ്ങിയ യാത്രക്കാർക്ക് വലിയ രീതിയിലുള്ളൊരു ബുദ്ധിമുട്ട് സമരാനുകൂലികളുടെ ഭാഗത്ത് നിന്ന് മുൻപെല്ലാം ഉണ്ടായിരുന്ന തരത്തിലുള്ളൊരു വലിയ രീതിയിലുള്ളൊരു ബുദ്ധിമുട്ട് സാധാരണക്കാർക്ക് ഉണ്ടായില്ല നമുക്ക് പറയാൻ കഴിയും. കാരണം സ്വകാര്യ വാഹനങ്ങളെല്ലാം തന്നെ അത്യാവശ്യം ഇന്ന് നിരത്തിലുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് ഈ തിരുവനന്തപുരത്ത് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ റോഡിൽ പോലും ഇത്തരത്തിൽ സ്വകാര്യ വാഹനങ്ങളെല്ലാം തന്നെ പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. പക്ഷേ സനീഷ് പറഞ്ഞതുപോലെ തന്നെ കൊച്ചിയിൽ ഇത്തരത്തിൽ വിദേശികളായി എത്തിയ 2 വിദേശ പൗരന്മാരോടാണ് ഇത്തരത്തിലൊരു മാധ്യമപ്രവർത്തകൻ സംസാരിക്കുന്നതും അവരുടെ പ്രതികരണം നമ്മൾ കേട്ടതും. ഇത്തരത്തിൽ തൊഴിലാളികൾക്ക് വേണ്ട അവകാശങ്ങൾ നേടിയെടുക്കാനായി അവർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള പണിമുടക്കുകളും സമരങ്ങളും എല്ലാം തന്നെ നടത്താറുണ്ട്. അതിനോട് യോജിച്ചുകൊണ്ട് തന്നെയാണ് മറ്റ് വിഭാഗങ്ങളും അതിനോട് യോജിച്ചുകൊണ്ട് നിലനിൽക്കാറുമുണ്ട്. അത്തരത്തിൽ അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ദിവസത്തേക്ക് പണിമുടക്കുമ്പോൾ അതിനോട് കൂടെ സമരസപ്പെട്ടുകൊണ്ട് തന്നെയാണ് മറ്റ് ആളുകൾ നിൽക്കുന്നത്. അത്തരത്തിലുള്ളൊരു പ്രതികരണം തന്നെയാണ് കേരളത്തിലെ ജനങ്ങളും ഈ ദേശീയ പണിമുടക്കിനോട് കാണിച്ചത് നമുക്ക് പറയാൻ കഴിയും. പ്രത്യേകിച്ചും ഈ പണിമുടക്ക് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് പണിമുടക്കാണെന്നും ഇത്തരത്തിൽ ആവശ്യ സർവീസുകൾ അടക്കം അല്ലെങ്കിൽ ആവശ്യ സർവീസുകളെല്ലാം തന്നെ തുടർന്നുകൊണ്ട്, എന്നാൽ ഈ പണിമുടക്കിന്റെ ഭാഗമായി ചില ഈ ഗതാഗത സർവീസുകൾ അടക്കം നിലയ്ക്കുന്നുള്ള കാര്യം തന്നെ നേരത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ദേവനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.